അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഒരു ധാരണയില്ല. നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റണ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ചുറ്റും എപ്പോഴും. മലർക്കുള്ള കടവിളയാരൊരു പെണ്ണുങ്ങ കണ്ടുപിടിക്കും നാട്ടു നടപ്പൊത്തവർ നമ്മുടെ കിട്ടു നടപ്പാക്കും. എക്സാംസിൻ്റെ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യും നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നം. അപ്പോൾ അത് ലാസ്റ്റ് ഷോട്ടൊക്കെ ആയപ്പോൾ നമുക്ക് 3 hours ഉള്ളത് 2:45 അങ്ങനെ ആക്കി മാറ്റിയിരുന്നു. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. കാരണം നമ്മൾ നല്ലോണം ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പഠിച്ചത് ആ ഒരു ടൈമിലായിരുന്നു. തിളങ്ങുന്ന വാരൊളിക്കണ്ണനക്ക് പൂവാരശ് പൂത്ത കണക്കിന് ജനച്ചീലനക്ക് നട 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 കണ്ടെത്തി മൂടി അടിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചീല്. ഹായ്, ഞാൻ ജസ്ന, ലെജൻഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മളെല്ലാവരും ഇപ്പം നീറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും അത്യാവശ്യം നമ്മുടെ പോർഷൻ 5 മാസത്തോണ്ട് തീർത്ത് പെട്ടെന്ന് റിവിഷൻ തുടങ്ങി. അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. 4 ഫേസായിട്ട് റിവിഷൻ കൊണ്ടുപോയത് നമുക്ക് ആദ്യം മുതൽ എല്ലാ പോർഷനും വീണ്ടും വീണ്ടും പഠിക്കാനുള്ള അവസരം സമയം കിട്ടി. ആൻഡ് 90+ മോക്സ് നടത്തി. അത്രയും മോക്സൊക്കെ നമ്മുടെ മാർക്കെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല സപ്പോർട്ടീവായുള്ള റൂംമേറ്റ്സ്, നല്ല സപ്പോർട്ടീവായുള്ള ഹോസ്റ്റൽ മേറ്റ്സ് ആയിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു ലെവലിലെത്തി. എക്സാംസിൻ്റെ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യും നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നം. അപ്പോൾ അത് ലാസ്റ്റ് ഷോട്ടൊക്കെ ആയപ്പോൾ നമുക്ക് 3 hours ഉള്ളത് 2:45 അങ്ങനെ ആക്കി മാറ്റിയിരുന്നു. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. കാരണം നമ്മൾ നല്ലോണം ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പഠിച്ചത് ആ ഒരു ടൈമിലായിരുന്നു. നമുക്കത് ആ 2:45 തന്നെ നമ്മളെ ലാസ്റ്റ് ഷോട്ടൊക്കെ ചെയ്ത് പിന്നെ എക്സാംസ് അങ്ങനെ തന്നെ തീരാൻ തുടങ്ങി. പിന്നെ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ അങ്ങനെ വീട്ടിൽ പോകണമെന്നങ്ങനെ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഒന്നാമത് ടൈമില്ല, രണ്ടാമത് നമുക്ക് അവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം ഡൗട്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് ക്യാമ്പസിൽ വരേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ എപ്പോഴും മെൻറ്ററിൻ്റെ ഫോണിൽ തെച്ചിൻ്റെ ഡൗട്ട് തന്നെ കയറാം. എപ്പം പറഞ്ഞാലും നമുക്ക് ടീച്ചേഴ്സ് എപ്പോഴും ആൻസർ ചെയ്യാനുണ്ടാവും. പിന്നെ ക്യാമ്പസൊക്കെ പോകണ്ട, നമുക്ക് ഇങ്ങോട്ട് തന്നെ ഹോസ്റ്റലിലേക്ക് തന്നെ വരുമായിരുന്നു. പിന്നെ റൂംമേറ്റ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ വേറെ ആളെ പഠിക്കുന്നതാണ് നമുക്ക് മോട്ടിവേറ്റ് ആവും. അങ്ങനെ അവരവിടെ കളിച്ചിരുന്ന് നടക്കുന്നൊന്നുമില്ല. അവർ പഠിക്കുമ്പോഴും നമുക്ക് പിന്നെയും പിന്നെയും പഠിക്കാൻ തോന്നും. പിന്നെ അങ്ങനെ മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് വേറൊരു സ്പേസിൽ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ റൂംമേറ്റ്സ് ആയിക്കോട്ടെ എല്ലാം സപ്പോർട്ടീവായിരുന്നു, എല്ലാ അറ്റ്മോസ്ഫിയറും. ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. 1 month ഒക്കെ ഭയങ്കര കഷ്ടമായിരുന്നു ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറയുമ്പോൾ. പിന്നെ റൂംമേറ്റൊക്കെ ആയിട്ട് ഇണങ്ങി. ചില ടൈമിങ്ങനെ എന്താ പറയുക, ഉഴപ്പാനുള്ള ടെൻഡൻസി കൂടും. ബട്ട് എൻ്റെ റൂംമേറ്റ് എപ്പോഴും ആ ഒരു സ്റ്റഡി ടേബിളിൽ ഇരുന്ന പോലെ തന്നെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അത് തന്നെ. അപ്പോൾ ഞാൻ ഉഴപ്പിയിട്ട് ഇങ്ങനെ കിടക്കാൻ പോകും. അപ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ ഞാനും ഉഴപ്പിയാൽ എൻ്റെ ഒരു 1 year ഞാൻ പോക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവർ തന്നെയാണ് എൻ്റെ വലിയ മോട്ടിവേഷൻ. പിന്നെ എനിക്ക് കൂടുതൽ ബെനിഫിറ്റായിട്ട് തോന്നിയത് കഴിഞ്ഞ ഇയർ പഠിക്കാത്ത ഒരുപാട് സംഭവം ഈ ഇയർ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സായാലും എല്ലാവരും അടിപൊളിയാണ്. അവരത്രക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ ചിലപ്പോൾ സങ്കടമാകും. ചില ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ എനിക്കിതൊന്നും അറിയില്ലല്ലോ, എന്നിട്ട് ഞാനിപ്പം ചെയ്യുന്നുണ്ടല്ലോ. ഈ പഠിച്ച ഇത്തവണ പഠിച്ചൊരു 10% കഴിഞ്ഞ തവണ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയറി പോകുമായിരുന്നു. അതാലോചിച്ച് ഞാൻ ഇങ്ങനെ കരയും. അത്രക്കും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ റൂം, സൂപ്പർ ഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിറ്റേഷ്യസ്, അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. മൈ ബാൽക്കണി, ഞാൻ ബാൽക്കണിക്ക് പുറത്താണ് പഠിക്കാറ്. ആ ബാൽക്കണി എന്നും എൻ്റെ ഒരു എന്താ പറയുക ഡ്രീമിലൊപ്പം വരും. ആ ബാൽക്കണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാൽക്കണിക്ക് എന്നെയും ഞാൻ ആ ബാൽക്കണിയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആ ഹോസ്റ്റല്. പിന്നെ വാർഡൻ അടിപൊളിയായിരുന്നു, സപ്പോർട്ടീവായിരുന്നു. നമുക്കിപ്പോൾ പെട്ടെന്ന് പാരൻറ്റിനെ വിളിക്കണം. എൻ്റെ മാർക്ക് എന്ന് വെച്ചാൽ ഇന്നൊരു എക്സാമിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നാളെ പെട്ടെന്ന് താഴും, വീണ്ടും മേലെ ഗ്രാഫ് പൊന്തും, പിന്നെയും താഴും. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വീട്ടിൽ വിളിക്കാനുള്ള കോളിംഗ് ഡേ അല്ല, എന്നാലും വീട്ടിൽ വിളിക്കുമ്പോൾ ആൻറ്റി പ്ലീസ് എന്താ നമുക്ക് പെട്ടെന്ന് കോളിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു അവസരം. പിന്നെ ഓൾമോസ്റ്റ് ഈ 1 year
ഞാൻ കഴിഞ്ഞ തവണ റിപ്പീറ്റ് ചെയ്തത് ഓൺലൈനായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ പോവുക, അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സ്, അവർക്കൊരു ബിഗ് താങ്ക്സ്. അവരില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. താങ്ക് യു. നമ്മൾ ഇൻഡിഗോ ഹോസ്റ്റലിലായിരുന്നു. മെൻറ്ററായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു നമ്മളെല്ലാവരും. ജിനീഷ് ചേച്ചി, എൻ്റെ അവസാനത്തേക്ക് ആദ്യശ്രീ എന്ന് പറഞ്ഞ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ജിനിഷ ചേച്ചീൻ്റെ ബർത്ത്ഡേ അത് നമുക്ക് നല്ലൊരു ഓർമ്മയായിരുന്നു. നമ്മളെല്ലാവരും ഒരാഴ്ച മുന്നേ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ചേച്ചിക്ക് എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ കൊടുക്കണമെന്ന്. രാത്രി 12 മണിയായപ്പോഴത്തേനും നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ മെൻറ്ററിൻ്റെ റൂമിൻ്റെ മുന്നിൽ വന്ന് ഫുൾ കൊട്ടി ആകെ ബഹളാക്കി. ചേച്ചിയൊക്കെ പേടിച്ച് ആകെ പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേനും എല്ലാവരും കൂടെ അങ്ങനെ വൈബായിരുന്നു. ആ ദിവസം അടിപൊളിയായിരുന്നു. അങ്ങനെ സുമി മിസ് നല്ല സപ്പോർട്ടീവായിരുന്നു. മിസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേളാങ്കണ്ണിയിലൊക്കെ പോയി ഞങ്ങളെ പേരൊക്കെ എഴുതി പ്രാർത്ഥിച്ച് നല്ലോണം. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ മിസ്സിനാണ് കാണുന്നത്. സുമി മിസ് പറഞ്ഞു ഇങ്ങനെ ക്ലാസ് അങ്ങനെ കറക്റ്റൊക്കെ പറഞ്ഞു. കുറച്ച് ടെൻഷനായിരുന്നു. ഞാൻ ഫസ്റ്റ് JE ക്യാമ്പസിലായിരുന്നു, ലൈക്ക് നീറ്റിൻ്റെ തന്നെ ഒരു ഇതിൽ. അവിടെ എനിക്ക് മെൻറ്റർ ഇല്ലായിരുന്നു, കാരണം ഞാൻ ഡേ സ്കോളറായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കിട്ടുന്നത്. അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഒരു ധാരണയില്ല. നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റണ, നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ചുറ്റും എപ്പോഴും. ഇപ്പോൾ ഇവരാണേലും നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള സുമി മിസ് ആണെങ്കിലും നമ്മളെ സാറുമാരാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തോന്നും, അവർക്ക് വേണ്ടിയെങ്കിലും പഠിക്കണം, അവർക്ക് വേണ്ടിയെങ്കിലും അത് ചെയ്യണം. പ്രവീൺ സാറൊക്കെ പറയാനില്ല. അങ്ങനെ ഒരു അടിപൊളി ആൾക്കാർ അതുണ്ടേനും. അപ്പോൾ അതിനൊക്കെ എന്താ ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ അതിന് ഭയങ്കര ഇഫക്റ്റാണ്. അത്ര കൊണ്ടെന്നറിയില്ല ആവി വന്നില്ല പിന്നെ ആവി വന്നില്ല ഓടക്കപ്പൊട്ടെ മൈസൂര് പഴം കൊട്ടി അടിക്കുന്നില്ലേ. നിങ്ങൾ പൊട്ടാണെങ്കിൽ ഞങ്ങൾ മുട്ടും കുറ്റാണ്, നിങ്ങൾ ചെല്ലാണെങ്കിൽ നമ്മൾ ഉപ്പിച്ചില്ലാണ്ട്. I wanna come home to roses and our little notes on post-its. When my hair starts turning grey, staying like a fine wine bed of a day. Just a letter from my parents. The true love starts with friendship. A kiss on the forehead, a day night, fake an apology after a fight. I need a man who's patient and kind. Get out of the car and close the door. I wanna slow dance in the living room like we're 18 and seeing your prom and grow. All with someone who makes me feel young. I need a man who loves me like my father loves my mom.